സമാനമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ജൂതരാഷ്ട്രമായ ഇസ്രയേലും നീങ്ങുന്നത്. ഇറാന് നേരെയുള്ള ഇസ്രയേലിന്റെ ആക്രമണം ഇതിന് ഉദാഹരണമാണ്. ഇവിടെയും പിന്നിൽ നിന്ന് കളിക്കുന്നത് അമേരിക്കയാണ്. ഉക്രൈനെ മുൻനിർത്തി റഷ്യയെ പ്രകോപിപ്പിച്ചതുപോലെ ഇസ്രയേലിനെ ഉപയോഗിച്ച് ഇറാനെതിരെ ഒരു നീക്കം നടത്താനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുന്നതിന് തൊട്ടു മുമ്പ് അമേരിക്ക സ്വന്തം എംബസികളിൽ നിന്നും ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിച്ചത് ഈ വാദത്തെ ബലപ്പെടുത്തുന്നുണ്ട്. അമേരിക്കയുടെ സഹായമില്ലാതെ ഇറാനെതിരെ ഇസ്രയേലിന് ഇത്തരമൊരു ആക്രമണം നടത്താൻ കഴിയില്ലെന്നത് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ആക്രമണത്തിന് ശേഷം ഇസ്രയേൽ പ്രധാനമന്ത്രി ആദ്യം നന്ദി പറഞ്ഞത് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോടാണ്. മാത്രമല്ല, തിരിച്ച് ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചാൽ അമേരിക്ക പ്രതിരോധിക്കുമെന്ന മുന്നറിയിപ്പും ട്രംപ് നൽകിയിരുന്നു. ഇസ്രയേലിന്റെ ആക്രമണത്തിന് ചുട്ട മറുപടി നൽകിക്കൊണ്ട് 100 കണക്കിന് ഡ്രോണുകളും റോക്കറ്റുകളും ഇറാൻ ഇസ്രയേലിലേക്ക് തൊടുത്തുവിട്ടു. അണിയറയിൽ തയ്യാറാകുന്ന ഒരു വലിയ ആക്രമണത്തിന് മുന്നോടിയായി ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുക എന്നായിരുന്നു ഇറാന്റെ ലക്ഷ്യം. ഇതോടെ ഇസ്രയേൽ ഭരണകൂടം മാത്രമല്ല, അവിടുത്തെ ജനങ്ങളും ബങ്കറുകളിൽ ഒളിക്കേണ്ട സാഹചര്യമുണ്ടായി.